ഹായ് എഞ്ചിനീയറിംഗ് ആസ്പിരൻസ്. അങ്ങനെ പറയാനുള്ള കാരണം നിങ്ങൾ വരാൻ പോകുന്ന 2 എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമുകൾക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുന്ന ആളുകളായിരിക്കും. ഒന്ന് ജെഇ മെയിനിൻ്റെ സെക്കൻഡ് ഫേസിന് വേണ്ടി, 2 കീം എക്സാമിന് വേണ്ടി അല്ലേ. അപ്പോൾ പലപ്പോഴും പലരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യമാണ് ജെഇ മെയിൻ സെക്കൻഡ് ഫേസ് ഓർ കീം അല്ലേ, ഇതിലേതിലാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം, എന്നൊരു ഡൗട്ട് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകും ഈ ഒരു സമയം എത്തുമ്പോൾ. അതെല്ലാ പ്രാവശ്യവും പതിവാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇത്തരം ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് 2 കാറ്റഗറി ഓഫ് ആളുകളെയാണ്. ഞാൻ ആൾറെഡി പറഞ്ഞ പോലെ ജെഇ മെയിൻ സെക്കൻഡ് ഫേസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണോ അതോ കീമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണോ എന്ന് ആലോചിക്കുന്ന ആളുകൾക്ക് വേണ്ടി. രണ്ടാമത്തേത് കീമിന് വേണ്ടി മാത്രമേ ഫോക്കസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കീം മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ, ജെഇ മെയിൻ ഫോക്കസ് ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി. ഈ 2 തരം ആളുകളും നിർബന്ധമായിട്ടും ഈ വീഡിയോ കാണണം, മുഴുവനായിട്ടും കാണണം. മക്കളെ, നമുക്ക് ആദ്യം ജെഇ മെയിൻ്റെ സിലബസിലേക്ക് ഒന്ന് പോയാലോ. ജെഇ മെയിനിൽ നമുക്കറിയാം ഫിസിക്സും കെമിസ്ട്രിയും മാത്സും അല്ലേ. ഈ 3 സബ്ജക്റ്റുകളിലും +2 ബോർഡ് എക്സാമിന് നിങ്ങൾ +1ലും +2ലും എന്താണോ പഠിക്കുന്നത് അതേ ചാപ്റ്ററുകൾ തന്നെയാണ് കുറച്ചുകൂടി ഡെപ്തിൽ, കുറച്ചുകൂടി കൂടുതൽ MCQs ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ജെഇ മെയിൻ്റെ സിലബസായി കൺസിഡർ ചെയ്യുന്നത് അല്ലേ. അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ജെഇ മെയിനിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. കീമിൻ്റെ സിലബസോ അവിടെയും ഫിസിക്സും കെമിസ്ട്രിയും മാത്സും തന്നെയാണുള്ളത്. അവിടെയും അതെ, +1 +2 ബോർഡ് എക്സാമിന് വേണ്ടി നിങ്ങൾ എന്താണോ പ്രിപ്പയർ ചെയ്യുന്നത്, NCERTയിൽ എന്താണോ ഉള്ളത് അതേ ചാപ്റ്ററുകൾ തന്നെയാണ്, അതേ കണ്ടന്റ് തന്നെയാണ് നമുക്ക് കീമിന് വേണ്ടിയുള്ളത്. അവിടെ നമ്മൾ ചെയ്യുന്നത് കൂടുതൽ MCQs പ്രാക്ടീസ് ചെയ്യുക, +1നും +2നും പഠിച്ച ടോപ്പിക്കുകളൊന്നും ഒരു ഡെപ്തിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി 2 എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷകളുടെയും സിലബസ് ഒന്നാണ്. പിന്നെ എവിടെയാണ് ഡിഫറൻസ് ഉള്ളത്? ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജെഇ മെയിൻ എന്ന് പറയുന്നതിൻ്റെ ചോദ്യങ്ങളും കീം എക്സാമിൻ്റെ ചോദ്യങ്ങളും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. കീം എക്സാമിൻ്റെ ചോദ്യങ്ങൾ ജെഇ മെയിൻ്റെ ചോദ്യങ്ങളോട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്, ഡിഫിക്കൽട്ടി ലെവൽ കുറച്ചുകൂടി കുറവാണ് എന്നാണ് പൊതുവേ നമ്മൾ കണ്ടുവരാറുള്ള ഒരു ട്രെൻഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുക എപ്പോഴും നിങ്ങളൊരു എഞ്ചിനീയറിംഗ് ആസ്പിരൻ്റ് ആണെങ്കിൽ ജെഇ മെയിനിന് വേണ്ടിയാണോ കീമിന് വേണ്ടിയാണോ നിങ്ങൾ തയ്യാറെടുക്കുന്ന ചോദ്യം നിങ്ങളുടെ മുന്നിൽ എത്തി നിന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജെഇ മെയിനിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ തീർച്ചയായും കീം റാങ്ക് ലിസ്റ്റിൽ ഒരു മികച്ച റാങ്ക് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. കാരണം ജെയുടെ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പരിചയമുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കീമിൻ്റെ ചോദ്യങ്ങൾ കൂടുതൽ എളുപ്പമായിരിക്കും. അപ്പോൾ കീമിൽ കുറച്ചുകൂടി മികച്ച ഒരു റാങ്ക് നേടാൻ ജെയുടെ പ്രിപ്പറേഷൻ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. മറിച്ച് കീമിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ കീമിന് വേണ്ടി മാത്രമേ പഠിക്കുള്ളൂ എന്ന് വാശി പിടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, കീമിൻ്റെ ചോദ്യപേപ്പറിൻ്റെ ചോദ്യങ്ങളുടെ നിലവാരത്തിലൊരു ചെറിയ മാറ്റം വന്നാൽ നമ്മുടെ എല്ലാ പ്ലാനും തകർന്ന് തരിപ്പണായി പോകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ജെഇ മെയിൻ സെക്കൻഡ് ഫേസിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ആ പ്രിപ്പറേഷൻ നിങ്ങളെ ഒന്നുകിൽ ജെഇ മെയിൻ ക്രാക്ക് ചെയ്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിങ്ങളെ എത്തിക്കും, അതല്ലെങ്കിൽ കീമിന് നിങ്ങൾക്കൊരു മികച്ച സ്കോർ നേടിത്തരികയും കേരളത്തിലെ മികച്ച ഒരു എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് നിങ്ങളെ എത്തിക്കുകയും ചെയ്യും. ഇനി ഇതിലേത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം.